നമ്മളൊരിക്കലും സ്കൂളിലൊരു മനോഹരമായ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആ സ്കൂളിലെ ഏറ്റവും പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികളെ ഏറ്റെടുത്തുകൊണ്ടായിരുന്നു ഒരു ചലഞ്ചിങ് ക്യാമ്പ് അന്ന് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് അവിടെ ഒരു കുട്ടി എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ആ കുട്ടിയെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ആ കുട്ടിക്ക് ഉയർന്നു വന്ന് അവർ പഠിക്കുകയും അക്ഷരങ്ങൾ പഠിക്കുകയും എഴുതാനും വായിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പിരിയാനിരിക്കുന്ന ദിവസം, അതായത് 10 ദിവസത്തെ ഒരു പ്രവർത്തനമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പിരിയാനിരിക്കുന്ന ഒരു സമയം ആ കുട്ടിയുടെ പാരൻറ്റ് ഒരു നോട്ട് പുസ്തകമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ആ നോട്ട് പുസ്തകത്തിൽ കുറേ റിപ്പോർട്ടുകളായിരുന്നു. അവർ നമ്മുടെ ഒരു സ്ഥാപനത്തിൽ, ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവൻ്റെ ബ്രെയിനൊക്കെ ചെക്ക് ചെയ്തിട്ട് അവന് ബ്രെയിൻ ചുരുങ്ങുന്നുണ്ട്, പഠിക്കാൻ കഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കൊടുത്ത ഒരു വലിയ റിപ്പോർട്ടായിരുന്നു. ഒരു പക്ഷേ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്ന ആ കുട്ടിയെ ഞാൻ ഏറ്റെടുക്കുക പോലും ഉണ്ടായിരുന്നില്ല. അപ്പം എന്നിട്ട് ആ കുട്ടിയെ എനിക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതിൽ ഭയങ്കര അഭിമാനം തോന്നി. എന്താണ് ഇവിടെ ഒരു മാജിക് നടന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇതൊരു മാജിക് ഒന്നുമല്ല. കാരണം ഈ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയെ നമ്മൾ ചേർത്ത് പിടിച്ചപ്പം, ആ കുട്ടിയെ അറിഞ്ഞ് ചേർത്ത് പിടിച്ചപ്പോൾ, ഇത് രണ്ടാണ്. ചേർത്ത് പിടിക്കലും അറിഞ്ഞ് ചേർത്ത് പിടിക്കലും രണ്ടാണ്. ഈ കുട്ടിയെ അറിഞ്ഞ് ചേർത്ത് പിടിച്ചപ്പം ശരിക്കും ആ കുട്ടിയെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞത് ആ കുട്ടിയെക്കുറിച്ച് എനിക്ക് കുറേ അറിവുള്ളത് കൊണ്ടും ആ കുട്ടിയെ ചേർത്ത് പിടിക്കാൻ മാത്രം ഒരു പരിവർത്തനം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ കുട്ടികളെ മനസ്സിലാക്കി, അവരെ പ്രശ്നത്തെ മനസ്സിലാക്കി, അവരെ മാനസിക അവസ്ഥയെ മനസ്സിലാക്കി, അവരുടെ ചിന്തകളെ മനസ്സിലാക്കി, അവരെ ഉൾക്കൊണ്ടുകൊണ്ട് ചേർത്ത് പിടിക്കുക എന്നുള്ളത് വലിയൊരു പരിവർത്തനം തന്നെയാണ്. ഇത്തരം പരിവർത്തനം നടത്തപ്പെടുമ്പോഴാണ് നമുക്ക് ശരിക്കും കുട്ടികളെ കൈകാര്യം ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ കുട്ടികളോട് നമുക്ക് ദേഷ്യം വരും, കുട്ടിയെ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ്സ് വരും, കുട്ടിയെ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും. ഇതൊന്നും ഇല്ലാതെ കുട്ടിയെ മനസ്സിലാക്കി ചേർത്ത് പിടിക്കണമെങ്കിൽ അത്രയും പരിവർത്തനം നടത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ നടത്തപ്പെടേണ്ടതുണ്ട് നമ്മുടെ ഉള്ളിൽ. ഈ പരിവർത്തനം നടത്തി കുട്ടിയോളം വലുതാവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി മൈൻഡ് ട്യൂൺ എജു ലാബ് ഈ വരുന്ന മെയ് 12 മുതൽ 5 ദിവസം വയനാട് ക്ലേ ക്ലബ്ബിൽ വെച്ചിട്ട് മനോഹരമായൊരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ, ഇത്തരം കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി. അതോടൊപ്പം അതിൻ്റെ കൂടെ ഒരു 3 മാസം ഫ്രീ ആയിട്ടുള്ള ഒരു ഓൺലൈൻ ഫോളോ അപ്പും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം സമൂഹത്തിന് ആവശ്യമുള്ള ഒരുപാട് ആളുകൾ വളർന്നു വരണം. അപ്പം നമ്മളെല്ലാവരും ചേർന്ന് നിന്നുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നും കൂടെ അറിയിക്കുകയാണ്. സ്ത്രീകളായിട്ടുള്ള എല്ലാവർക്കും ഈ പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും പങ്കെടുക്കാം. നിങ്ങൾക്ക് വരാം.